അതോ? ഇല്ല, ഞങ്ങൾ ഗരാവൊന്നും നടത്താനല്ല, പേടിക്കണ്ട. നിങ്ങൾ ഗരാവിൻ്റെ ഉദ്ദേശമൊന്നുമില്ല. ഞങ്ങൾ കാരണം കഴക്കൂട്ടത്ത് ജീവിക്കുന്ന ആളുകൾ എത്രയാണ്, അവർക്ക് വേണ്ട വെള്ളം എത്രയാണ്, ഇപ്പോൾ സപ്ലൈ ചെയ്യുന്ന വെള്ളം എത്ര പേർക്ക് കൊടുക്കാനുണ്ടാകും, ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയുണ്ടായിട്ടും പരിഹരിക്കാത്ത സമീപനം. നമ്മുടെ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ നമ്മുടെ ടെക്നോ പാർക്ക് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ, ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന കമ്പനിയിൽ ആ കമ്പനിയിലുള്ള ആളുകൾ, അവിടുത്തെ കമ്പനികളുടെ ചുമതലക്കാർ പറയുന്നത് ഞങ്ങൾക്കിവിടെ പ്രവർത്തന ചെലവ് വർദ്ധിച്ചു വരികയാണ്. ആ പമ്പിംഗ് മെഷീൻ നന്നാക്കണമെങ്കിൽ ഗാസിയാബാദിൽ, ഡൽഹിക്കടുത്തുള്ള ഗാസിയാബാദിൽ 2500 കിലോമീറ്റർ ദൂരെ നിന്ന് അവിടെ നിന്ന് ആൾ വരണം എന്നുള്ള സാഹചര്യമാണ് ഇന്നുള്ളത്. ഈ പമ്പിംഗ് സ്റ്റേഷനിൽ നിന്നാണ് കഴക്കൂട്ടം മണ്ഡലത്തിലെ ഏതാണ്ട് 18-19 വാർഡുകളിൽ സപ്ലൈ ചെയ്യുന്നത്. നമസ്കാരം. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് വർഷങ്ങളായി തുടരുന്നതാണ് കുടിവെള്ള പ്രശ്നം. മാറി മാറി വരുന്ന ഭരണാധികാരികളും ഭരണകൂടങ്ങളും ഒന്നും തന്നെ ഈ ഒരു കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായുള്ള പരിഹാരം കണ്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിലവിലിപ്പോൾ കഴക്കൂട്ടം മണ്ഡലത്തിൽ മാസങ്ങളോളമായി കുടിവെള്ള പ്രശ്നം നിലനിൽക്കുകയാണ്. ഇതാരുടെ പിടിപ്പുകേടാണ്? വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടേതാണോ അല്ലെങ്കിൽ മാറി വന്ന ഭരണകൂടങ്ങളുടേതാണോ എന്നുള്ള ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ്. എന്തായാലും കഴക്കൂട്ടം മണ്ഡലത്തെ സംബന്ധിച്ച് വലിയ രീതിയിൽ നിലവിലിപ്പോൾ കുടിവെള്ള പ്രശ്നം നിലനിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് കഴക്കൂട്ടം MLA ആയ വി മുരളീധരൻ. കുടിവെള്ള പ്രശ്നത്തിൻ്റെ പ്രധാന കാരണം മാറി മാറി ഭരിച്ച സർക്കാരുകളുടെ അനാസ്ഥ, മാറി മാറി ഭരിച്ച സർക്കാരുകൾക്ക് ദീർഘവീക്ഷണമില്ലായ്മ, മാറി മാറി ഭരിച്ച സർക്കാരുകൾക്ക് ജനങ്ങളോടുള്ള പ്രതിബദ്ധതയില്ലായ്മ. കാരണം കഴക്കൂട്ടത്ത് ജീവിക്കുന്ന ആളുകൾ എത്രയാണ്, അവർക്ക് വേണ്ട വെള്ളം എത്രയാണ്, ഇപ്പോൾ സപ്ലൈ ചെയ്യുന്ന വെള്ളം എത്ര പേർക്ക് കൊടുക്കാനുണ്ടാകും, ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയുണ്ടായിട്ടും പരിഹരിക്കാത്ത സമീപനം. അത് ജനങ്ങളോട് പ്രതിബദ്ധതയില്ലാത്തൊരു സർക്കാരാണ് നാട് ഭരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചന. നിലവിലുള്ള വിഷയം എന്താണ്? നിലവിലുള്ള വിഷയം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുതുകുന്നിലെ വാട്ടർ ടാങ്കിലെ പമ്പിംഗ് മെഷീൻ തകരാറിലായി. ആ പമ്പിംഗ് മെഷീൻ നന്നാക്കണമെങ്കിൽ ഗാസിയാബാദിൽ, ഡൽഹിക്കടുത്തുള്ള ഗാസിയാബാദിൽ 2500 കിലോമീറ്റർ ദൂരെ നിന്ന് അവിടെ നിന്ന് ആൾ വരണം എന്നുള്ള സാഹചര്യമാണ് ഇന്നുള്ളത്. ഈ പമ്പിംഗ് സ്റ്റേഷനിൽ നിന്നാണ് കഴക്കൂട്ടം മണ്ഡലത്തിലെ ഏതാണ്ട് 18-19 വാർഡുകളിൽ സപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ നമ്മുടെ ടെക്നോ പാർക്ക് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ, ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന കമ്പനിയിൽ ആ കമ്പനിയിലുള്ള ആളുകൾ, അവിടുത്തെ കമ്പനികളുടെ ചുമതലക്കാർ പറയുന്നത് ഞങ്ങൾക്കിവിടെ പ്രവർത്തന ചെലവ് വർദ്ധിച്ചു വരികയാണ്. പ്രവർത്തന ചെലവ് വർദ്ധിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കിവിടെ നിന്ന് വിട്ടുപോയി മറ്റേതെങ്കിലും സംസ്ഥാനത്ത് കുറഞ്ഞ ചെലവിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഞങ്ങളത് അന്വേഷിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തിൻ്റെയും കേരളത്തിൻ്റെയും സമ്പദ്ഘടനയെ അടക്കം വലിയ തോതിൽ ബാധിക്കാൻ പോകുന്ന ഒരു വിഷയമാണ് ഈ കുടിവെള്ള പ്രശ്നം. അത് തിരിച്ചറിയാൻ സർക്കാർ സന്നദ്ധമാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരം നടത്തിയത്. BJP ഭരിക്കുന്ന മണ്ഡലങ്ങളോടും MLA-മാരോടും UDF സർക്കാരിന് ഒരു വിവേചനമുണ്ടോ? അത്തരത്തിലൊരു സമീപനം? അല്ല, ഇതൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് അങ്ങനെ തോന്നിയാൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് എൻ്റെ പോയിന്റ്. നിലവിലിപ്പോൾ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി സംസാരിക്കാനാണോ തീരുമാനം? ഞങ്ങൾ സമരം ചെയ്യാനും ഇവരൊന്ന് കണ്ണു തുറക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ശബ്ദം കേട്ടിട്ടെങ്കിലും അവരൊന്ന് കണ്ണു തുറക്കാൻ വേണ്ടി. എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് MLA പറഞ്ഞത് പ്രകാരം വലിയ കുടിവെള്ള ക്ഷാമവും കുടിവെള്ള പ്രശ്നവുമാണ് കഴക്കൂട്ടം മണ്ഡലത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുന്നോടിയായാണ് നിലവിലിപ്പോൾ തിരുവനന്തപുരം വെള്ളയമ്പലത്തുള്ള വാട്ടർ അതോറിറ്റിക്ക് മുൻപിൽ MLA-യും മറ്റ് BJP പ്രവർത്തകരും വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ഈ പ്രതിഷേധത്തിന് ശേഷം ഇപ്പോൾ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി വി മുരളീധരനും അതുകൂടാതെ മറ്റ് ജനപ്രതിനിധികളും എല്ലാവരും തന്നെ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയാണ്. ഈ പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരം കാണേണ്ടതുണ്ട്.
ഓടുന്നുണ്ട്, പക്ഷെ പമ്പ് 5 മിനിറ്റ് അരമണിക്കൂർ ആകുമ്പോൾ ട്രിപ്പ് ആവുന്നു എന്നാണ് അന്ന് ഇവര് തന്നെ പറഞ്ഞത്. അപ്പൊ ഈ ഓടി എന്ന് പറയുന്നത് തൽക്കാലത്തേക്ക് ഓടിയതാണോ അതോ? ഇല്ല, ഞങ്ങൾ ഗരാവൊന്നും നടത്താനല്ല, പേടിക്കണ്ട നിങ്ങളാരും. ഗരാവിന്റെ ഉദ്ദേശമൊന്നുമില്ല ഞങ്ങൾ സംസാരിക്കാൻ വേണ്ടി. എത്ര നേരം വർക്ക് ചെയ്തു? ഇപ്പൊ വീട്ടിൽ നിന്ന് പോയി. അതന്നെ പറഞ്ഞു. അല്ല, മോണോ പമ്പില് അതിന്റെ കപ്പാസിറ്റി കുറവാണല്ലോ. ആ 2 പമ്പ്, അതായത് 2 ദിവസമാണ് ആഴ്ചയിൽ 24 മണിക്കൂർ വീതമാണ് ആ പമ്പ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ 24 മണിക്കൂർ വീതം വർക്ക് ചെയ്തിട്ട് തന്നെ വേണ്ടത്ര നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇനി മോണോ പമ്പ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറലി അതിൻ്റെ കപ്പാസിറ്റി ഈ പറഞ്ഞ രീതിയിൽ വരില്ലല്ലോ. അവിടെയുള്ളൊരു പമ്പ് ഹൗസിലെ ഒരു മെഷീനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടൂൾ അത് മാറ്റണമെങ്കിൽ, അല്ലെങ്കിൽ അത് തകരാറിലായി കഴിഞ്ഞാൽ നന്നാക്കണമെങ്കിൽ ഗാസിയാബാദ് വരെ പോകേണ്ട സാഹചര്യമാണ് ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിലുൾപ്പെടെ വലിയ കൃത്യത വരേണ്ടതുണ്ട്. എന്തായാലും ഈ പ്രശ്നം, ഈ ഒരു കുടിവെള്ള പ്രശ്നം ഉടനടി പരിഹരിക്കണം എന്നുള്ള കാര്യം തന്നെയാണ് വി മുരളീധരൻ MLAയും മറുനാടനോട് പങ്കുവയ്ക്കുന്നത്. കഴക്കൂട്ടത്ത് മാത്രമല്ല, തിരുവനന്തപുരം നഗരത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കുടിവെള്ള ക്ഷാമം നിരന്തരം അനുഭവപ്പെട്ട് കൊണ്ടിരിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ മാറി മാറി വരുന്ന ഭരണകൂടങ്ങളൊന്നും തന്നെ ഈ ഒരു പ്രശ്നം കൃത്യമായി പരിഹരിക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.